ഹായ് അസ്സലാമു അലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ, ചക്കപ്പുഴുക്ക്, ചക്കക്കൂട്ടാൻ, ചക്കപ്പം, ചക്ക വറുത്തത് അങ്ങനെ പോകുന്നു. എന്നാൽ ചക്ക വറുത്തത് ഉണ്ടാക്കാൻ പല ആളുകൾക്കും മടിയാണ്. എന്താണെന്ന് വെച്ചാൽ അത് തണുത്തു പോവും എന്നാണ് എല്ലാവർക്കുമുള്ള പരാതി. അപ്പോൾ ഇത് തണുക്കാതെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ടിപ്പുകളും ട്രിക്കുകളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ചക്കയുണ്ട്. എന്നാൽ അതെല്ലാം അന്യ സംസ്ഥാനക്കാർ വന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് പോയി ചിപ്സാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് നല്ല വിലയ്ക്ക് നമ്മുടെ നാട്ടിൽ വിൽക്കുകയാണ്. അതാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത്. ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മൾക്ക് തന്നെ വളരെ ഈസി ആയിട്ട് നല്ല ഫ്രഷായ ചക്ക ചിപ്സ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ചക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല മൂത്ത ചക്കയല്ലാതെ കുറഞ്ഞ് മൂപ്പ് കുറവുള്ള ചക്കയാണ് ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ വളരെ നല്ലത്. ഇതിപ്പോൾ എൻ്റെ മക്കൾ പഴുത്ത ചക്ക ഇട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വീണതാണ് കേട്ടോ. അവർ പച്ച ചക്കയൊന്നും ഇട്ട് തരില്ല. അപ്പോൾ ഞാൻ ശരി അത് കണ്ടപ്പോൾ അത് കറക്റ്റ് ചിപ്സിനുള്ള ഒരു പാകമാണ്, അധികം മൂപ്പായിട്ടില്ല. അതുപോലെ ഇതേപോലെ കനം കുറഞ്ഞ നല്ല കട്ടിയില്ലാത്ത ചുളയാണ് ചിപ്സിന് എടുക്കാൻ നല്ലത്. ഇത് നല്ല മൂത്ത ചക്കയായാൽ അതിന് ഒരു പുളിരസം വരും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ചിപ്സ് ക്രിസ്പിയായി കിട്ടില്ല. അതുപോലെ കട്ടിയില്ല ചുളയായാലും ചക്ക ചിപ്സിന് ക്രിസ്പിനെസ് പെട്ടെന്ന് ഇല്ലാതാവും. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയാവും, കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് മൂപ്പ് കുറവുള്ള, നല്ല കുറവാവണ്ട അങ്ങനത്തെ ചക്ക എടുക്കുക. അതുപോലെ ചുളക്ക് അധികം കട്ടിയില്ലാത്തതും എടുത്താലാണ് നന്നായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിനി ഈ ചക്കയെല്ലാം ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറമേയുള്ള ചവണിയും അതേപോലെ കുരു എല്ലാം കളഞ്ഞിട്ട് ചുള മാത്രം വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചക്കയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കുരു എല്ലാം കളഞ്ഞ് ഇത് ഒന്ന് ഒരേ കനത്തിൽ ചീന്തിയെടുക്കണം. എല്ലാത്തിനും ഒരേ കനമായാലാണ് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഒരുപോലെ ക്രിസ്പിയായി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഒരേ വേവായി കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഞാൻ കുരു എല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ചെറുതാക്കി നമുക്ക് ചീന്തിയെടുക്കാം. അപ്പോൾ അത് ചീന്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എല്ലാം ഒന്ന് ചെറുതാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ കട്ടിയുള്ള ചട്ടി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഉരുളിയോ, ഞാനിതുപോലെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതുപോലെ എടുത്താൽ മതി. എന്നിട്ട് എണ്ണ നന്നായി ചൂടാവുമ്പോൾ ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് ഒരു ഉപ്പ് ലായനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഇതുപോലെ വെള്ളമൊഴിച്ച് കലക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളറ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ ഞാൻ ലൈറ്റ് കളറായിട്ട് ഇത്ര ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഇതുപോലെ
ഇത് കണ്ടോ, ചക്ക ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും. പിന്നെ ചക്ക അതിൽ മുങ്ങിക്കിടക്കുന്ന പോലെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് ചക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരുപോലെ വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എണ്ണ എത്രയാണോ ഒഴിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ചക്ക മുങ്ങിക്കിടക്കുന്ന അളവിൽ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് അത് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പീസും ഒരുപോലെ വെന്ത് കിട്ടില്ല. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴാണ് നമുക്ക് നല്ല ക്രിസ്പിയായി കിട്ടുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത പോലെ ഉണ്ടാവും. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ അത് കുഴഞ്ഞു പോവും. ഇനി ഇതുപോലെ ഞാനിപ്പോൾ ഉപ്പുലായനി കുറച്ച് വേവാകുമ്പോൾ, അതായത് കോരിയെടുക്കാൻ സമയത്ത് ഈ ഉപ്പുലായനി ഒഴിച്ചിട്ട് പിന്നെ അത് ഒരു വെള്ളമാണല്ലോ, അതിൻ്റെ ആ പൊട്ടലെല്ലാം മാറിയതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം. പിന്നെ ഉപ്പുലായനി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ പ്രാവശ്യം കുറച്ച് കൂടുതൽ ഒഴിക്കാം. പിന്നെ അത് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ കമ്മിയായി ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് പൊരിക്കുന്ന ചക്കയിലെല്ലാം ഉപ്പ് കൂടുതലായി വരും. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് വേവുമ്പോൾ ഒരു സൗണ്ട് വരും, അത് ഞാനിപ്പോൾ കാണിക്കാം. ചക്ക ചട്ടിയിലിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ചക്ക എടുക്കാറായോ വേവായോ എന്നറിയുകയുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഇളക്കുമ്പോൾ ഇതുപോലെ സൗണ്ട് വരും. ഇനി നമുക്ക് ഇങ്ങനെ വരും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ വെള്ളം ഉപ്പുലായനി ഒഴിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ കുറഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് നല്ല കളർ വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ തട്ടുമ്പോൾ ഇതുപോലെ സൗണ്ട് വരും. ആ സമയത്ത് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമാതിരി സൗണ്ട് വരുമല്ലോ, ആ സൗണ്ട് നിൽക്കുമ്പോൾ നമുക്കിതുപോലെ കോരി എടുക്കാം. ഇപ്പം നമ്മളെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ സൗണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പൊട്ടിക്കുമ്പോഴും അതേപോലെ തന്നെ. ഇനി നമുക്കൊന്ന് വായിലിട്ട് കടിച്ച് നോക്കാം. നല്ല സൗണ്ട് വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.